ദിവസം മുൻപ് അമ്മ മെൽഹിയോട് യാത്ര പറഞ്ഞ് ജോലിക്കിറങ്ങിയതായിരുന്നു ദിവസവേതനക്കാരനായ ജോയി. ജോയിയുടെ വരവും കാത്തിരുന്ന പ്രിയപ്പെട്ടവർ കേട്ടത് തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോട്ടിൽ ജോയിയെ കാണാതായി എന്ന വാർത്തയായിരുന്നു. ഇപ്പോഴിതാ 46 മണിക്കൂറത്തെ തിരച്ചിലിന് ശേഷം ജോയിയുടെ മൃതദേഹം കണ്ടുകിട്ടിയെന്ന വിവരങ്ങളും വന്നു. തകരപ്പറമ്പ് വഞ്ചിയൂർ റോഡിലെ കനാലിൽ നിന്നുമാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത്. മകൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച് ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ പ്രാർത്ഥനയോട് കാത്തിരിക്കുകയായിരുന്നു അമ്മ മെൽഹി. ഏക ആശ്രയമായ മകനെ നഷ്ടപ്പെട്ടതിന്റെ നടുക്കത്തിലാണിപ്പോൾ ഈ അമ്മ. മകന് അപകടമൊന്നും പറ്റിയിട്ടുണ്ടാകില്ല എന്നും രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു അമ്മ മെൽഹി കാത്തിരുന്നത്. ആ അമ്മയുടെ പ്രാർത്ഥനയും കാത്തിരിപ്പുമാണിപ്പോൾ വിഫലമായത്. യാതൊരു വിധത്തിലുമുള്ള സുരക്ഷാ സജ്ജീകരണങ്ങളുമില്ലാതെയാണ് ജോയി ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയത്. കൂട്ടത്തിലുണ്ടായിരുന്ന തൊഴിലാളികളെ കരയ്ക്ക് നിർത്തിയാണ് ജോയി തോട്ടിലിറങ്ങിയത്. പെട്ടെന്ന് വെള്ളം കുത്തിയൊഴുകിയെത്തിയതിനെ തുടർന്ന് ജോയി ഒഴുകിപ്പോകുകയായിരുന്നു. ഇന്നലെ സ്കൂബ ടീമും NDRFും നടത്തിയ തെരച്ചിലിലും ജോയിയെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇന്ന് കൊച്ചിയിൽ നിന്നുമെത്തിയ നാവികസേനാ സംഘാംഗങ്ങളും തെരച്ചിലിൽ പങ്കാളികളായിരുന്നു. തകരപ്പറമ്പിലെ ചിത്ര ഹോമിന്റെ പിന്നിലെ കനാലിലാണ് മൃതദേഹം കണ്ടെത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. തോട്ടിലെ പൈപ്പിൽ കുടുങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടത്. റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തു നിന്നും വെള്ളം ഒഴുകിയെത്തുന്ന മേഖലയാണിത്. ജോയിക്കായുള്ള പരിശോധനകൾ 3-ാം ദിവസവും തുടരുന്നതിനിടെയാണ് കനാലിൽ മൃതദേഹം കണ്ടത്. മൃതദേഹം ജീർണിച്ച അവസ്ഥയിലായിരുന്നു. വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തുകയും ചെയ്തു. ശനിയാഴ്ച വൈകിട്ടായിരുന്നു മാരായമുട്ടം സ്വദേശി ജോയിയെ കാണാതായത്. കോർപ്പറേഷന്റെ താൽക്കാലിക തൊഴിലാളിയാണ് ജോയി. ശനിയാഴ്ച വൈകിട്ട് മുതൽ തന്നെ ജോയിക്കായുള്ള പരിശോധന തുടർന്നു വന്നു. ശനിയാഴ്ച ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഇന്ന് രാവിലെയും തുടർന്നു. ഫയർഫോഴ്സ് NDRF സംഘങ്ങൾ റെയിൽവേയുടെ ഭാഗത്ത് തന്നെയായിരുന്നു പ്രധാനമായും തെരച്ചിൽ നടത്തിയത്. രക്ഷാ ദൗത്യത്തിന് ഇന്നലെ റോബോട്ടിക് സംവിധാനവും ഉപയോഗിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് ജോയിയും മറ്റ് 3 തൊഴിലാളികളും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഭാഗത്തെ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയത്. കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പാച്ചിലിൽ മറ്റു 3 പേർ രക്ഷപ്പെട്ടപ്പോൾ ജോയിയെ കാണാതാവുകയായിരുന്നു. തോട്ടിൽ വീണയുടനെ സഹതൊഴിലാളികൾ ഇദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. റെയിൽ പാളത്തിനടിയിലൂടെ തോട് കടന്നു പോകുന്ന തുരങ്ക സമാനമായ സ്ഥലത്ത് മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിൽ വളരെ പ്രയാസപ്പെട്ടാണ് സ്കൂബ ഡൈവിംഗ് സംഘം അടക്കമിറങ്ങി തെരച്ചിൽ നടത്തിയതെങ്കിലും ജോയിയെ കണ്ടെത്താൻ സാധിച്ചില്ല. ആമയിഴഞ്ചാൻ തോട്ടിൽ ചെളി മൂടിക്കിടക്കുന്നതാണ് രക്ഷാദൗത്യം ദുർബലമാക്കിയത്. പരിശീലനം നേടിയ ഫയർഫോഴ്സ് അംഗങ്ങൾ ഇന്നലെ 200 മീറ്ററോളം അകത്തേക്ക് പോയിട്ട് പോലും പുരോഗതി ഉണ്ടാക്കാൻ സാധിച്ചതുമില്ല. ഇത്തവണ ശുചീകരണത്തിനിറങ്ങിയ തൊഴിലാളികൾക്ക് ഇതിൽ മുൻപരിചയം കുറവായിരുന്നു എന്നാണ് വിലയിരുത്തലെന്നും അധികൃതർ പറയുന്നു. കോർപ്പറേഷൻ, ജില്ലാ ഭരണകൂടം, റെയിൽവേ തുടങ്ങിയ സംവിധാനങ്ങൾ ഏകോപിപ്പിച്ചായിരുന്നു പതിവായി മാലിന്യ നീക്കം നടത്താറുള്ളത്. എന്നാൽ ഇത്തവണ ആ ഏകോപനത്തിൽ വീഴ്ച വന്നെന്നാണ് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത്. അവിവാഹിതനായ ജോയി നാട്ടിൽ ആക്രി സാധനങ്ങൾ ശേഖരിച്ചു വിറ്റായിരുന്നു ജീവിച്ചത്. ഇതിനിടെയാണ് കരാറുകാർ വിളിച്ചപ്പോൾ തോട് വൃത്തിയാക്കുന്ന ജോലിക്ക് പോയതെന്നും ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാലിന്യം നീക്കാൻ കരാറെടുത്ത ഏജൻസിയുടെ താൽക്കാലിക തൊഴിലാളിയായ ജോയി 1500 രൂപയ്ക്കാണ് ജോലിക്കെത്തിയത്. മാരായമുട്ടം വടകര മലഞ്ചേരി വീട്ടിൽ പരേതനായ നേശമണിയുടെയും മെൽഹിയുടെയും മകനാണ് ജോയി.